നമസ്കാരം. റീസ്റ്റാർട്ട് പി എസ് സിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ തുടർന്നുകൊണ്ട് പോകുന്ന സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷയുടെ സ്പെഷ്യൽ ടോപ്പിക്കുകളുടെ ക്ലാസ്സാണ്. ഇന്ന് പാർട്ട് 4 മൊഡ്യൂൾ 1 പാർട്ട് 4 നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അബ്കാരി ആക്ടിലെ ലാസ്റ്റ് പോർഷനാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മറ്റ് ക്ലാസ്സുകൾ കണ്ടിട്ടില്ലെങ്കിൽ കാണാൻ ശ്രമിക്കുക. സിവിൽ എക്സൈസ് ഓഫീസർ എന്ന പ്ലേലിസ്റ്റിൽ ഞാൻ ബാക്കി ക്ലാസ്സുകൾ കൊടുത്തിട്ടുണ്ട്. സ്പെഷ്യൽ ടോപ്പിക്ക് 20 മാർക്കിനാണ്. അത്രത്തോളം പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കടക്കാം. മാനുഫാക്ചർ, പൊസഷൻ ആൻഡ് സെയിൽ ഓഫ് ലിക്വർ. അബ്കാരി ആക്ടിലെ മാനുഫാക്ചർ, പൊസഷൻ ആൻഡ് സെയിൽ ഓഫ് ലിക്വർ എന്ന ഭാഗമാണ്. സെക്ഷൻ 12 അബ്കാരി നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരമല്ലാതെ ലഹരി മരുന്ന് പദാർത്ഥങ്ങളുടെ നിർമ്മാണം നിരോധിച്ചിരിക്കുന്ന വകുപ്പ്. സെക്ഷൻ 12 അബ്കാരി നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരമല്ലാതെ ലഹരി മരുന്ന് പദാർത്ഥങ്ങളുടെ നിർമ്മാണം നിരോധിച്ചിരിക്കുന്ന വകുപ്പ്. സെക്ഷൻ 12. സെക്ഷൻ 12A മദ്യമോ ലഹരി മരുന്നോ ഉൾപ്പെടുന്ന പദാർത്ഥങ്ങളുടെ നിർമ്മാണം നിരോധിച്ചിരിക്കുന്ന വകുപ്പ്. സെക്ഷൻ 12A മദ്യമോ ലഹരി മരുന്നോ ഉൾപ്പെടുന്ന പദാർത്ഥങ്ങളുടെ നിർമ്മാണം നിരോധിച്ചിരിക്കുന്ന വകുപ്പ്. സെക്ഷൻ 12A. ദെൻ സെക്ഷൻ 12B നിർമ്മാണ പ്രക്രിയയിൽ ഉപയോഗിക്കേണ്ട മദ്യത്തിൻ്റെയോ ലഹരി മരുന്നിൻ്റെയോ കൈവശം വയ്ക്കാവുന്ന അളവിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 12B. നിർമ്മാണ പ്രക്രിയയിൽ ഉപയോഗിക്കേണ്ട മദ്യത്തിൻ്റെയോ ലഹരി മരുന്നിൻ്റെയോ കൈവശം വയ്ക്കാവുന്ന അളവിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 12B. മനുഷ്യർക്കോ മൃഗങ്ങൾക്കോ വേണ്ടിയുള്ള ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കല്ലാതെ ഒരു വ്യക്തി മദ്യമോ ലഹരി മരുന്നോ കമ്മീഷണർ നിർദ്ദേശിച്ചിട്ടുള്ള അളവിൽ കൂടുതലായി കൈവശം വയ്ക്കരുത്. മനുഷ്യർക്കോ മൃഗങ്ങൾക്കോ വേണ്ടിയുള്ള ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കല്ലാതെ ഒരു വ്യക്തി മദ്യമോ ലഹരി മരുന്നോ കമ്മീഷണർ നിർദ്ദേശിച്ചിട്ടുള്ള അളവിൽ കൂടുതലായി കൈവശം വയ്ക്കരുത്. ദെൻ സെക്ഷൻ 14 ഡിസ്റ്റിലറി, ബ്രൂവറി, വെയർഹൗസുകൾ മുതലായവ സ്ഥാപിക്കുന്നതും നിയന്ത്രിക്കുന്നതും സംബന്ധമായ വസ്തുതകൾ പ്രതിപാദിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 14. സെക്ഷൻ 14 പ്രകാരം ഡിസ്റ്റിലറി, ബ്രൂവറി, വെയർഹൗസുകൾ മുതലായവ സ്ഥാപിക്കുന്നതും നിയന്ത്രിക്കുന്നതും സംബന്ധമായ വസ്തുക്കൾ പ്രതിപാദിക്കുന്ന വകുപ്പ്. സെക്ഷൻ 14. ദെൻ സെക്ഷൻ 64A. സെക്ഷൻ 64A പറയുന്നത് മദ്യനിർമ്മാണം, വിൽപ്പന, സംഭരണം എന്നിവയ്ക്കായി ഭൂമി വിട്ടു നൽകിയാൽ ലഭിക്കാവുന്ന ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 64A. മദ്യനിർമ്മാണം, വിൽപ്പന, സംഭരണം എന്നിവയ്ക്കായി ഭൂമി വിട്ടു നൽകിയാൽ ലഭിക്കാവുന്ന ശിക്ഷയെപ്പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പ് സെക്ഷൻ 64A. ദെൻ ശിക്ഷ 25,000 രൂപയിൽ കുറയാത്ത പിഴയാണ് ശിക്ഷയായിട്ട് കിട്ടാവുന്നത്. ഇതിന് മദ്യനിർമ്മാണത്തിനായിട്ട് ഭൂമി വിട്ടു നൽകിയാൽ സെക്ഷൻ 64A പ്രകാരം 25,000 രൂപയിൽ കുറയാത്ത പിഴയാണ് ഉണ്ടാവുക. ദെൻ അടുത്തത് പൊസഷൻ ലിമിറ്റ്സ് ഓഫ് ഡിഫറെൻറ്റ് ലിക്വർ. മദ്യം കൈവശം വയ്ക്കാവുന്നതിൻ്റെ പരിധികളാണ്. കൈവശം വയ്ക്കാവുന്ന മദ്യത്തിൻ്റെ പരിധി. സർക്കാർ ഉത്തരവ് ഗവൺമെൻറ് ഓർഡർ പി നമ്പർ 17/2012 ഡേറ്റഡ് 14/2/2012 പ്രകാരം ലൈസൻസോ പെർമിറ്റോ കൂടാതെ ഒരു വ്യക്തിക്ക് ബില്ലോടുകൂടി പരമാവധി കൈവശം വയ്ക്കാവുന്ന മദ്യത്തിൻ്റെ അളവ് നിശ്ചയിച്ചിരിക്കുന്നു. അപ്പോൾ സർക്കാർ ഉത്തരവ് പ്രകാരം ലൈസൻസോ പെർമിറ്റോ കൂടാതെ ഒരു വ്യക്തിക്ക് ബില്ലോട് കൂടിയ പരമാവധി കൈവശം വയ്ക്കാവുന്ന മദ്യത്തിൻ്റെ അളവ് നിശ്ചയിച്ചിരിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്. കള്ള് 1.5 ലിറ്റർ വരെ, ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം അതായത് IMFL ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം 3 ലിറ്റർ വരെ, 3 ലിറ്റർ വരെയാണ്. ദെൻ ബിയർ 3.5 ലിറ്റർ വരെയും, വൈന് 3.5 ലിറ്റർ വരെയും, വിദേശ നിർമ്മിത വിദേശ മദ്യം FMFL വിദേശ നിർമ്മിത വിദേശ മദ്യം 2.5 ലിറ്റർ വരെയും, കൊക്കോ ബ്രാൻഡി 1 ലിറ്റർ വരെയുമാണ്. എന്നാൽ സൈനിക ഉദ്യോഗസ്ഥർക്കും വിരമിച്ച സൈനികർക്കും അവർക്ക് അനുവദിച്ചിട്ടുള്ള കോട്ടയിൽ കവിയാത്ത അളവിൽ അനുവദിക്കപ്പെട്ട മദ്യം സൈനിക ഉദ്യോഗസ്ഥർക്കും വിരമിച്ച സൈനികർക്കും അവർക്ക് അനുവദിച്ചിട്ടുള്ള കോട്ടയിൽ കവിയാത്ത അളവിൽ അനുവദിക്കപ്പെട്ട മദ്യം തിരിച്ചറിയൽ രേഖയും മദ്യം അനുവദിച്ചതിൻ്റെ ബില്ലോ ക്യാൻറ്റീൻ ഓഫീസറുടെ സാക്ഷ്യപത്രമോ പരിശോധനയ്ക്ക് ഹാജരാക്കുമെന്ന വ്യവസ്ഥയിൽ ലൈസൻസോ പെർമിറ്റോ കൂടാതെ കൈവശം വയ്ക്കാവുന്നതാണ്. അപ്പോൾ സൈനികർക്കും മുൻ സൈനിക ഉദ്യോഗസ്ഥർക്കും തിരിച്ചറിയൽ രേഖ, അവരുടെ തിരിച്ചറിയൽ രേഖയും അല്ലെങ്കിൽ ക്യാൻറ്റീൻ ഉദ്യോഗസ്ഥൻ്റെ സാക്ഷ്യപത്രമോ കൂടി അവർക്ക് എത്ര കോട്ടയാണ് അനുവദിച്ചിട്ടുള്ളത് ആ കോട്ട അവർക്ക് ലൈസൻസോ പെർമിറ്റോ ഇല്ലാതെ തന്നെ കൈവശം വയ്ക്കാവുന്നതാണ്. ദെൻ ഏജ് ഫോർ പൊസഷൻ ആൻഡ് കൺസംഷൻ ഓഫ് ലിക്വർ. അപ്പോൾ വയസ്സിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ലിക്വർ അതായത് മദ്യം കൺസംഷൻ നടത്താൻ അഥവാ കൈവശം വയ്ക്കാനോ അത് ഉപയോഗിക്കാനോ ഉള്ള പ്രായപരിധിയാണ്. അബ്കാരി നിയമപ്രകാരം കേരളത്തിൽ മദ്യം ഉപയോഗിക്കുന്നതിനുള്ള പ്രായപരിധി 23 വയസ്സാണ്. അബ്കാരി നിയമപ്രകാരം കേരളത്തിൽ മദ്യം ഉപയോഗിക്കുന്നതിനുള്ള പ്രായപരിധി 23 വയസ്സാണ്.
ദെൻ കേരളത്തിൽ ഒരാൾക്ക് മദ്യം വിൽക്കാൻ നിശ്ചയിച്ചിട്ടുള്ള ഏറ്റവും കുറഞ്ഞ പ്രായവും 23 വയസ്സ് തന്നെയാണ്. കേരളത്തിൽ ഒരാൾക്ക് മദ്യം വിൽക്കാൻ നിശ്ചയിച്ചിട്ടുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം 23 വയസ്സ്. ദെൻ നമുക്ക് അടുത്തൊരു സെക്ഷനിലോട്ട് കിടക്കാം. അബ്കാരി ആക്ടിലെ അവസാനത്തെ ഭാഗമാണ്. അബ്കാരി ആക്ടിൽ നമുക്ക് പഠിക്കാനുള്ളത് പവേഴ്സ്, ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് വേരിയസ് ഓഫീസേഴ്സ് അണ്ടർ ദ അബ്കാരി ആക്ട് 1 ഓഫ് 1077. 1077 അബ്കാരി ആക്ട് പ്രകാരം വ്യത്യസ്ത ഉദ്യോഗസ്ഥന്മാരുടെ പവേഴ്സും ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസിനെയും കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അബ്കാരി നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരം അബ്കാരി കേസുകളിന്മേൽ നടപടിയെടുക്കുവാൻ അധികാരം ലഭിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥർ ആരൊക്കെയാണ്? ഒന്ന് മജിസ്ട്രേറ്റ് ആണ്. സെക്ഷൻ 30, 50A, 53A, 53B, 54 അബ്കാരി ആക്ട് പ്രകാരം അധികാരം ലഭിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ പറ്റിയിട്ടാണ് പറയുന്നത്. അതിലൊന്ന് മജിസ്ട്രേറ്റ് ആണ്. ഏതൊക്കെ സെക്ഷൻ പ്രകാരമാണ്? സെക്ഷൻ 30, സെക്ഷൻ 50A, സെക്ഷൻ 53A, സെക്ഷൻ 53B ആൻഡ് സെക്ഷൻ 54 പ്രകാരം. ദെൻ സെക്ഷൻ 30 അപേക്ഷയിന്മേൽ സെർച്ച് വാറണ്ട് പുറപ്പെടുവിക്കാൻ അധികാരമുണ്ട്. സെക്ഷൻ 30 പ്രകാരം അപേക്ഷയിന്മേൽ സെർച്ച് വാറണ്ട് പുറപ്പെടുവിക്കാൻ അധികാരമുണ്ട്. ദെൻ സെക്ഷൻ 53A പ്രകാരം പിടിച്ചെടുത്ത മദ്യം നീക്കം ചെയ്യുന്നതിനുള്ള സാധനങ്ങളുടെ സർട്ടിഫിക്കേഷൻ സംബന്ധിച്ച് മജിസ്ട്രേറ്റിനുള്ള അധികാരങ്ങളാണ് പറയുന്നത്. സെക്ഷൻ 53A പറയുന്നത് പിടിച്ചെടുത്ത മദ്യം നീക്കം ചെയ്യുന്നതിനുള്ള സാധനങ്ങളുടെ സർട്ടിഫിക്കേഷൻ സംബന്ധിച്ച്. ദെൻ സെക്ഷൻ 54 പ്രകാരം മജിസ്ട്രേറ്റിന് ഒരു കലാപമോ നിയമവിരുദ്ധമായ ഒത്തുചേരലോ ഉണ്ടാകാൻ പോകുന്നു എന്ന തോന്നലുണ്ടായാൽ സമീപ പ്രദേശത്തുള്ള ഏത് മജിസ്ട്രേറ്റിനും പൊതുസമാധാനം ഉറപ്പുവരുത്തുന്നതിലേക്കായി ലൈസൻസ് ഉള്ള ഷോപ്പ് അടച്ചുപൂട്ടാൻ അധികാരമുണ്ട്. ഒരു കലാപമോ ഒത്തുചേരലോ നിയമവിരുദ്ധമായ ഒത്തുചേരലോ ഉണ്ടാകാൻ പോകുന്നു എന്ന തോന്നലുണ്ടായാൽ സമീപ പ്രദേശത്തുള്ള ഏത് മജിസ്ട്രേറ്റിനും പൊതുസമാധാനം ഉറപ്പുവരുത്തുന്നതിനായി ലൈസൻസ് ഉള്ള ഷോപ്പ് അടച്ചുപൂട്ടുവാൻ അധികാരമുണ്ട്. ദെൻ എക്സൈസ് കമ്മീഷണർക്കുള്ള അധികാരങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ആദ്യത്തെ നമ്മൾ മജിസ്ട്രേറ്റിനെ കുറിച്ച് പറഞ്ഞു. സെക്ഷൻ 30, സെക്ഷൻ 53A, സെക്ഷൻ 54 ഒക്കെ പ്രകാരം ആണ് അദ്ദേഹത്തിന് അധികാരങ്ങൾ ലഭിക്കുന്നത്. ദെൻ എക്സൈസ് കമ്മീഷണർക്ക് സെക്ഷൻ 4A, സെക്ഷൻ 6, സെക്ഷൻ 7, സെക്ഷൻ 12A, 12B, 14, 15, 26, 30, 67(1), 67(2), 67F ഇത്രയും സെക്ഷനുകൾ പ്രകാരം എക്സൈസ് കമ്മീഷണർക്കുള്ള അധികാരങ്ങൾ നോക്കാം. സെക്ഷൻ 4A പ്രകാരം അബ്കാരി നിയമപ്രകാരം നൽകുന്ന എല്ലാ അധികാരങ്ങളുടെയും വിനിയോഗം, എക്സൈസ് വകുപ്പിൻ്റെ ഭരണനിർവഹണം, സംസ്ഥാനത്തുടനീളം അബ്കാരി റവന്യൂ ശേഖരണം ഇത്രയും അധികാരങ്ങൾ എക്സൈസ് കമ്മീഷണർക്ക് ലഭിക്കുന്നത് സെക്ഷൻ 4A പ്രകാരമാണ്. അബ്കാരി നിയമപ്രകാരം നൽകുന്ന എല്ലാ അധികാരങ്ങളുടെയും വിനിയോഗം, എക്സൈസ് വകുപ്പിൻ്റെ ഭരണനിർവഹണം, സംസ്ഥാനത്തുടനീളം അബ്കാരി റവന്യൂ ശേഖരണം. ദെൻ സെക്ഷൻ 6ഉം 7ഉം പ്രകാരം ഇറക്കുമതി, കയറ്റുമതി തുടങ്ങിയവയ്ക്കുള്ള അനുമതി നൽകുക എന്നത് എക്സൈസ് കമ്മീഷണറുടെ പരിധിയിൽപ്പെടുന്നതാണ്. സെക്ഷൻ 6ഉം സെക്ഷൻ 7ഉം. ദെൻ സെക്ഷൻ 12A, 12B, സെക്ഷൻ 12Aയും 12Bയും പ്രകാരം മദ്യം അല്ലെങ്കിൽ ലഹരി മരുന്നുകളുടെ നിർമ്മാണത്തിന് പരിധി നിശ്ചയിക്കുക, ഔഷധം തയ്യാറാക്കുന്നതിൽ അളവ് നിശ്ചയിക്കുക എന്നീ അധികാരങ്ങൾ എക്സൈസ് കമ്മീഷണർക്ക് ലഭിക്കുന്നത് സെക്ഷൻ 12Aയും 12Bയും പ്രകാരമാണ്. സെക്ഷൻ 14 പ്രകാരം ഡിസ്റ്റിലറികൾ, ബ്രൂവറികൾ, വെയർ ഹൗസുകൾ എന്നിവയുടെ നിർമ്മാണവും നിയന്ത്രണവും ഇതിന് നിർമ്മാണത്തിനും നിയന്ത്രണത്തിനുള്ള പെർമിഷൻ കൊടുക്കുന്ന എക്സൈസ് കമ്മീഷണറാണ്. അതിന് അദ്ദേഹത്തെ ഏൽപ്പിക്കുന്ന നിയമം എന്ന് പറയുന്നത് അബ്കാരി നിയമത്തിലെ സെക്ഷൻ 14 ആണ്. ദെൻ സെക്ഷൻ 26 പ്രകാരം നിയമപ്രകാരം അനുവദിച്ചിട്ടുള്ള ഏതെങ്കിലും ലൈസൻസോ പെർമിറ്റോ റദ്ദാക്കുകയോ താൽക്കാലികമായി നിർത്തിവെക്കുകയോ ചെയ്യുക എന്നത് സെക്ഷൻ 26 പ്രകാരം എക്സൈസ് കമ്മീഷണർക്കുള്ള അധികാരമാണ്. ദെൻ സെക്ഷൻ 30 പ്രകാരം തിരച്ചിൽ വാറണ്ടുകൾ പുറപ്പെടുവിക്കുക, സെർച്ച് വാറണ്ട് പുറപ്പെടുവിക്കുക എന്നത് സെക്ഷൻ 30 പ്രകാരമാണ്. ദെൻ സെക്ഷൻ 67(1) പ്രകാരം നിയമപ്രകാരം ലൈസൻസ് അല്ലെങ്കിൽ പെർമിറ്റ് കൈവശം ഉള്ള ഏതൊരു വ്യക്തിക്കും നിയമം നിർദ്ദേശിച്ചിട്ട് പോലുള്ള പിഴ ചുമത്തുക. സെക്ഷൻ 67(1) പ്രകാരം നിയമപ്രകാരം ലൈസൻസ് അല്ലെങ്കിൽ പെർമിറ്റ് കൈവശം ഉള്ള ഏതൊരു വ്യക്തിക്കും നിയമം നിർദ്ദേശിച്ചിട്ടുള്ള പോലുള്ള പിഴ ചുമത്തുക എന്നതാണ്. സെക്ഷൻ 67(2) മരിച്ച വ്യക്തിയുടെ ലൈസൻസിനെ അടിസ്ഥാനമായ ആധാരത്തിൽ അനുവാദമില്ലാതെ
നിർണയം നടത്തുകയോ മാറ്റങ്ങൾ വരുത്തുകയോ പരിഷ്കാരങ്ങൾ വരുത്തുകയോ ചെയ്താൽ 3 ലക്ഷം രൂപ പിഴ ചുമത്തുവാൻ അധികാരമുണ്ട്. ആർക്ക്? എക്സൈസ് കമ്മീഷണർക്ക്. 67(2) പ്രകാരം മരിച്ച വ്യക്തിയുടെ ലൈസൻസിനെ അടിസ്ഥാനമായ ആധാരത്തിൽ അനുവാദമില്ലാതെ പുനർനിർണയം നടത്തുകയോ മാറ്റങ്ങൾ വരുത്തുകയോ പരിഷ്കാരങ്ങൾ വരുത്തുകയോ ചെയ്താൽ 3 ലക്ഷം രൂപ വരെ പിഴ ചുമത്താൻ അധികാരമുണ്ട്. ദെൻ സെക്ഷൻ 67(f) വകുപ്പ് 67(b) പ്രകാരമോ 67(e) പ്രകാരമോ പാസാക്കിയ ഉത്തരവിൻ്റെ പുനരവലോകന അധികാരം എക്സൈസ് കമ്മീഷണർക്ക് ഉണ്ട്. ദെൻ മൂന്നാമത്തെ ഉദ്യോഗസ്ഥൻ പ്രിവൻറ്റീവ് ഓഫീസർ അഥവാ സിവിൽ എക്സൈസ് ഓഫീസറാണ്. നമ്മൾ എഴുതാൻ പോകുന്ന പരീക്ഷയുടെ സിവിൽ എക്സൈസ് ഓഫീസർ എന്ന ഈ പരീക്ഷയ്ക്കുള്ള അധികാരങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. സെക്ഷൻ 31, 32, 34, 35, 38, 39, 53 എന്നീ സെക്ഷനുകൾ പ്രകാരം സെക്ഷൻ 31 പ്രകാരം വാറണ്ട് ഇല്ലാതെ വീടുകളിൽ തിരയാനുള്ള അധികാരം പ്രിവൻറ്റീവ് ഓഫീസർ അഥവാ സിവിൽ എക്സൈസ് ഓഫീസർക്കുണ്ട്. സെക്ഷൻ 31 പ്രകാരം സെർച്ച് വാറണ്ട് ഇല്ലാതെ തന്നെ വീടുകളിൽ തിരയുവാനുള്ള അധികാരം സെക്ഷൻ 31 നൽകുന്നുണ്ട്. സെക്ഷൻ 32 വിദേശ മദ്യ നിയമങ്ങൾക്കനുസരിച്ചുള്ള ലൈസൻസുകൾ ഒഴികെ മദ്യം നിർമ്മിക്കുകയോ വിൽപ്പന നടത്തുന്നതുമായ സ്ഥലത്തേക്ക് പ്രവേശിക്കാനും പരിശോധിക്കാനും ഉള്ള അധികാരം ലഭിക്കുന്നുണ്ട്. ദെൻ സെക്ഷൻ 34 പ്രകാരം ഏതെങ്കിലും പൊതു ഇടനാഴിയിലോ തുറസായ സ്ഥലങ്ങളിലോ കുറ്റവാളികളെ വാറണ്ടില്ലാതെ അറസ്റ്റ് ചെയ്യാനും വ്യാജമദ്യം അടങ്ങിയ വാഹനങ്ങൾ മുതലായവ പിടിച്ചെടുക്കുകയും തടഞ്ഞുവെക്കുകയും ചെയ്യുവാനുള്ള അധികാരം സിവിൽ എക്സൈസ് ഓഫീസർക്ക് അഥവാ പ്രിവൻറ്റീവ് ഓഫീസർക്ക് ലഭിക്കുന്നത് സെക്ഷൻ 34 പ്രകാരമാണ്. ഏതെങ്കിലും പൊതു ഇടനാഴിയിലോ തുറസായ സ്ഥലങ്ങളിലോ വെച്ച് കുറ്റവാളികളെ വാറണ്ടില്ലാതെ അറസ്റ്റ് ചെയ്യാനും വ്യാജമദ്യം അടങ്ങിയ വാഹനങ്ങൾ മുതലായവ പിടിച്ചെടുക്കുകയും തടഞ്ഞുവെക്കുകയും ചെയ്യുക എന്നീ അധികാരങ്ങൾ ലഭിക്കുന്നുണ്ട്. ദെൻ സെക്ഷൻ 35 പ്രകാരം സംശയം തോന്നുന്നതോ അല്ലെങ്കിൽ കുറ്റാരോപിതരായ വ്യക്തി പേര് വിവരങ്ങൾ നൽകാൻ വിസമ്മതിക്കുകയോ അല്ലെങ്കിൽ തെറ്റായ വിവരങ്ങൾ നൽകിയാലോ അവരെ അറസ്റ്റ് ചെയ്യുവാനുള്ള അധികാരം സിവിൽ എക്സൈസ് ഓഫീസർക്ക് ലഭിക്കുന്നത് സെക്ഷൻ 35 പ്രകാരമാണ്. സംശയം തോന്നുന്നതോ അല്ലെങ്കിൽ കുറ്റാരോപിതരായ വ്യക്തി പേര് വിവരങ്ങൾ നൽകാൻ വിസമ്മതിക്കുകയോ അല്ലെങ്കിൽ തെറ്റായ വിവരങ്ങൾ നൽകിയാലോ അവരെ അറസ്റ്റ് ചെയ്യുവാനുള്ള അധികാരമാണ് സെക്ഷൻ 35. സെക്ഷൻ 38 പ്രകാരം കുറ്റകൃത്യത്തിൻ്റെ വിവരങ്ങൾ ഉടൻ തന്നെ മേലുദ്യോഗസ്ഥൻ അല്ലെങ്കിൽ അബ്കാരി ഇൻസ്പെക്ടർക്ക് കൈമാറുക എന്നത് സെക്ഷൻ 38 പ്രകാരമാണ് സിവിൽ എക്സൈസ് ഓഫീസർക്കുള്ള അധികാരപരിധിയാണ്. സെക്ഷൻ 39 പ്രകാരം ലൈസൻസ് ഇല്ലാതെ നടക്കുന്ന ഏതെങ്കിലും മദ്യനിർമ്മാണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ആ ഭൂമിയുടെ ഉടമസ്ഥനിൽ നിന്നും ചോദിച്ച് മനസ്സിലാക്കാനുള്ള അധികാരം സിവിൽ എക്സൈസ് ഓഫീസർക്കുണ്ട്. സെക്ഷൻ 39 പ്രകാരം ലൈസൻസ് ഇല്ലാതെ നടക്കുന്ന ഏതെങ്കിലും മദ്യനിർമ്മാണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ആ ഭൂമിയുടെ ഉടമസ്ഥനിൽ നിന്നും ചോദിച്ച് മനസ്സിലാക്കാനുള്ള അധികാരം. സെക്ഷൻ 53 പ്രകാരം മജിസ്ട്രേറ്റിൻ്റെയോ അബ്കാരി ഇൻസ്പെക്ടറുടെയോ ഉത്തരവ് പ്രകാരം പിടിച്ചെടുത്ത വസ്തുക്കൾ പോലീസിൻ്റെ സുരക്ഷിത കസ്റ്റഡിയിലാക്കാൻ അകമ്പടി പോകുക എന്നത് സിവിൽ എക്സൈസ് ഓഫീസറുടെ ഉത്തരവാദിത്തമാണ്. സെക്ഷൻ 53 പ്രകാരം മജിസ്ട്രേറ്റിൻ്റെയോ അബ്കാരി ഇൻസ്പെക്ടറുടെയോ ഉത്തരവ് പ്രകാരം പിടിച്ചെടുത്ത വസ്തുക്കൾ പോലീസിൻ്റെ സുരക്ഷിത കസ്റ്റഡിയിലാക്കാൻ അകമ്പടി പോകുക. ദെൻ അഡീഷണൽ എക്സൈസ് കമ്മീഷണറാണ് അടുത്ത ഉദ്യോഗസ്ഥൻ. അഡീഷണൽ എക്സൈസ് കമ്മീഷണർക്ക് സെക്ഷൻ 67(e) പ്രകാരമാണ് അധികാരങ്ങൾ ലഭിക്കുന്നത്. ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർക്ക് സെക്ഷൻ 6, 7, 11, 12, 13, 15, 53(a), 67(a), 67(b) എന്നീ സെക്ഷനുകൾ പ്രകാരം അധികാരങ്ങൾ ലഭിക്കുന്നുണ്ട്. ദെൻ സർക്കിൾ ഇൻസ്പെക്ടർ, എക്സൈസ് ഇൻസ്പെക്ടർ, സർക്കിൾ ഇൻസ്പെക്ടർക്കോ അഥവാ എക്സൈസ് ഇൻസ്പെക്ടർക്കോ സെക്ഷൻ 11, 27, 30(a), 40, 53 തുടങ്ങിയ സെക്ഷനുകൾ പ്രകാരമുള്ള അധികാരങ്ങൾ ലഭിക്കുന്നുണ്ട്. ദെൻ അബ്കാരി ആക്ട് പ്രകാരം നിയമിതനായ എക്സൈസ് മെക്കാനിക്കൽ എഞ്ചിനീയർ, PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എന്നിവർക്ക് സെക്ഷൻ 53(b)യിൽ പറയുന്ന അധികാരങ്ങൾ ലഭിക്കുന്നുണ്ട്. അബ്കാരി ആക്ട് പ്രകാരം നിയമിതനായ എക്സൈസ് മെക്കാനിക്കൽ എഞ്ചിനീയർ, PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സെക്ഷൻ 53(b) പ്രകാരം അവർക്ക് സർട്ടൻ ആയിട്ടുള്ള അധികാരങ്ങൾ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് പവേഴ്സ്, ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് വേരിയസ് ഓഫീസേഴ്സ് അണ്ടർ ദ അബ്കാരി ആക്ട് 1 of 1077. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഈ ക്ലാസ്സിലുള്ളത്. നമ്മൾ അബ്കാരി ആക്ടിനെ കുറിച്ചിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മൊഡ്യൂൾ 1ലുള്ള അബ്കാരി ആക്ടിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇത്ര നേരം ഡിസ്കസ് ചെയ്തത്.
അപ്പോൾ മൊഡ്യൂൾ 1 നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ അബ്കാരി ആക്ടിൻ്റെ ജൂറിസ്ഡിക്ഷൻ, ആൾ ആസ്പെക്ട്സ് ഓഫ് ലിക്വർ, ഇമ്പോർട്ട്, എക്സ്പോർട്ട്, ട്രാൻസിറ്റ് ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് ലിക്വർ, അതോറിറ്റി എംപവേർഡ് ടു സെയിൽ ലിക്വർ, വാട്ട് ഈസ് ലിക്വർ, ക്ലാസിഫിക്കേഷൻ, ടൈപ്സ് ഓഫ് ലിക്വർ, ഡെഫിനിഷൻ, ടെക്നിക്കൽ ആൻഡ് ലീഗൽ ടേംസ്, ദെൻ ഡ്രൈ ഡേയ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, ദെൻ സെക്ഷൻസ് ഓഫ് കോമൺ ക്രൈംസ് 8-1, 8-2, 13, 15, 15 A, B, C തുടങ്ങിയ സെക്ഷനുകൾ, ദെൻ 55G, 55I, ദെൻ 55H, 55 I, 56, 58 തുടങ്ങിയ സെക്ഷനുകൾ, അതിലെ കോമൺ ക്രൈംസും ശിക്ഷകളും നമ്മൾ പറഞ്ഞു. മാനുഫാക്ചർ, പൊസഷൻ ആൻഡ് സെയിൽ ഓഫ് ലിക്വർ, ദെൻ പൊസഷൻ ലിമിറ്റ്സ് ഓഫ് ഡിഫറെൻറ്റ് ലിക്വർ, ദെൻ ഏജ് ഫോർ പൊസഷൻ ആൻഡ് കൺസപ്ഷൻ ഓഫ് ലിക്വർ, ആൻഡ് വാട്ട് ഈസ് അബ്കാരി റവന്യൂ, ദെൻ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഓഫീസേഴ്സ് ആൻഡ് പബ്ലിക് ഇൻ അബ്കാരി കേസസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ അബ്കാരി ആക്റ്റുമായി ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്തത്. 4 മാർക്കിന് ചോദ്യങ്ങൾ വരുന്ന മൊഡ്യൂളാണ്. ഒന്നാമത്തെ കുറച്ച് വലിയ മൊഡ്യൂളാണ്. ബാക്കിയൊക്കെ ഇനി 2-3 മാർക്കിനുള്ളത് കുറച്ചുകൂടി ചെറിയ മൊഡ്യൂളുകളാണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത്. അപ്പോൾ അബ്കാരി ആക്ടിൻ്റെ ക്ലാസ് മുഴുവനായിട്ടും കേൾക്കാൻ ശ്രമിക്കുക. 4 ടോപ്പിക് പാർട്ടായിട്ടാണ് നമ്മൾ ഈ വീഡിയോ മുഴുവനായിട്ട് ചെയ്തിട്ടുള്ളത്. മുൻ വീഡിയോകൾ കൂടി കണ്ട് നോട്ടുകൾ തയ്യാറാക്കി തന്നെ പഠിക്കാൻ ശ്രമിക്കുക. അടുത്ത ക്ലാസ്സിൽ അടുത്ത മൊഡ്യൂളുമായിട്ട് നമുക്ക് വരാം. താങ്ക് യു.